വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭൂമിയിൽ നാം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ സ്വർഗത്തിലും ദൈവ ആരാധനയുണ്ട്. സെരാഫുകൾ രാപ്പകൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നു എന്ന വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, സെറാഫുകൾ പാടുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന വെളിപ്പാട് 4:8. യെശയ്യാ 6:3 സെറാഫുകൾ ആർത്തു പാടുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സെറാഫുകളുടെ പാട്ട് കേൾക്കുകയും ആലയം പുകകൊണ്ട് നിറയുകയും ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം ഇളകുകയും ചെയ്തപ്പോൾ യെശയ്യാവ് നിലവിളിച്ചു. താൻ പറയുന്നത്, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ. എന്തുകൊണ്ടായിരിക്കാം യെശയ്യാവ് കരഞ്ഞത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് ഈ ദർശനം ലഭിക്കുന്നത്. ഉസിയാവ് മരിക്കുന്നതുവരെ ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു ദർശനം യെശയ്യാവിന് ലഭിച്ചിരുന്നില്ല. അതുവരെ യെശയ്യാവ് കണ്ടിരുന്നത് രാജപദവിയുടെ മഹത്വം മാത്രമായിരുന്നു. ഉസിയാവ് മരിച്ചു, രാജസിംഹാസനം ശൂന്യമായി. ഇപ്പോൾ യെശയ്യാവ് കാണുന്നത് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന വേറൊരു സിംഹാസനം, അതിൽ വസിക്കുന്ന ദൈവിക മഹത്വം. ഉസിയാവിനേക്കാൾ ഉന്നതനായ ദൈവത്തിൻ്റെ മഹത്വമാണ് ഇപ്പോൾ യെശയ്യാവ് കണ്ടത്. അന്നുവരെയും ജഡിക ചിന്തകളിൽ ജീവിച്ചിരുന്ന യെശയ്യാവിന് ദൈവമഹത്വം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ജഡിക ചിന്തകളോടും ആഗ്രഹത്തോടും ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് ദൈവമഹത്വം ഒരിക്കലും കാണുവാൻ കഴിയില്ല. ഇന്ന് നമ്മിലുള്ള ശ്രേഷ്ഠതയും പദവിയും ജഡികമായ ആഗ്രഹങ്ങളുമെല്ലാം ദൈവമഹത്വം കാണുന്നതിന് തടസ്സമാണ് എന്ന് ഓർക്കുക. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് സെറാഫുകൾ പാടിയപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയെ യെശയ്യാവ് ദർശിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിച്ച യെശയ്യാവിന് സ്വന്തം ജീവിതത്തിൽ ഉള്ള അശുദ്ധിയെക്കുറിച്ച് ബോധമുണ്ടായി. ആ ബോധം ചില വാക്കുകളായി പുറത്തു വന്നു. അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യൻ. ദൈവമഹത്വം ദർശിച്ച യെശയ്യാവിന് തന്നിലുള്ള അശുദ്ധി കാണുവാൻ കഴിഞ്ഞു. ദൈവാരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മിലുള്ള അശുദ്ധി കാണുവാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥിപ്പാൻ പോയ പരീശൻ മടങ്ങിപ്പോയതുപോലെയുള്ള അവസ്ഥയല്ലേ ആരാധന കഴിയുമ്പോൾ നമുക്കും ഉണ്ടാകുന്നത്? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് പരീശൻ നടത്തിയത്. പരീശൻ്റെ പ്രാർത്ഥന പോലെയല്ലേ നാമും പ്രാർത്ഥിക്കുന്നത്? മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചും ഞാൻ നീതിമാനാകുന്നു എന്ന് ആത്മപ്രശംസ നടത്തിയും അല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആരാധന ജീവിതത്തിലെ കുറവുകളെ കാണിച്ചു തരണം. അതിന് കഴിയണമെങ്കിൽ ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കണം. ദൈവമേ, അരിഷ്ടഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് അശുദ്ധി മനസ്സിലാക്കി വിശുദ്ധി പ്രാപിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ വിളിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവൂ. ഇവിടെ അശുദ്ധി ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിച്ച യെശയ്യാവ് ദൈവത്തിൻ്റെ വിളി കേട്ടു. ഞാൻ ആരെ അയക്കേണ്ടു? യെശയ്യാവ് പറഞ്ഞു, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. 6:8 വാക്യം. വിശ്വാസ ജീവിതത്തിൽ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരിക്കാം നാം ഓരോരുത്തരും. ഇവിടെ ഒരു ചോദ്യം, യഥാർത്ഥമായി വിളിയെക്കുറിച്ചുള്ള ദർശനം ലഭിച്ചതിന് ശേഷമാണോ നാം പ്രവർത്തിക്കുന്നത്? വിളി കേൾക്കാതെയും പ്രവർത്തിക്കാം, പക്ഷേ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പൂർണ്ണഫലം ലഭിക്കുകയില്ല. ഉസിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന യെശയ്യാവിന് ഉസിയാവിൻ്റെ മരണത്തെ തുടർന്ന് തൻ്റെ എല്ലാ ആശ്രയവും ഇല്ലാതായി. ഇപ്പോൾ സെറാഫുകളോട് ചേർന്നുള്ള യെശയ്യാവിൻ്റെ ആരാധന ദൈവമഹത്വം ദർശിപ്പാൻ കാരണമായി. അശുദ്ധി സമ്മതിച്ചു, ശുദ്ധീകരിക്കപ്പെട്ടു, ദൈവത്തിൽ തൻ്റെ ആശ്രയം കണ്ടെത്തി
ദൈവം നൽകിയ നിയോഗം ഏറ്റെടുത്തു. അടിയനിത അടിയനയക്കണമേ. ഈ ലോകത്തിലെ സകല ആശ്രയം ഇല്ലാതാകാം, സമാധാനം നഷ്ടപ്പെടാം. എന്നാൽ ഓർക്കുക, യെശയ്യാവിന് വെളിപ്പെട്ട ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ അവിടെയുണ്ട്. അവൻ സ്വർഗത്തിലുണ്ട്. ആരാധനയിൽ അവനെ ദർശിച്ച് അവൻ്റെ നിയോഗം സ്വീകരിക്കണം. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. മുറുകെ പിടിച്ചിരിക്കുന്ന എല്ലാ ജഡിക ചിന്തകളെയും ഉപേക്ഷിച്ച് ഉന്നതനായ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിക്കണം. കർത്താവെ, ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് അവയെ ഉപേക്ഷിച്ച് വിശുദ്ധി പ്രാപിച്ച് നീ നൽകുന്ന നിയോഗം ഏറ്റെടുക്കുവാൻ എന്നെയും ബലപ്പെടുത്തണമേ. ആമേൻ.